സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിത്യ ജീവിതത്തിലെ ദിക്റുകളും ദുആകളും കൃത്യമായി പഠിച്ച് പ്രയോഗത്തിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടുന്ന അനിവാര്യമായ പ്രാർത്ഥനകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രഭാത സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ദുആയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ചുരുങ്ങിയ നിലക്ക് നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനുള്ളത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, മുർനി, അവിടുന്ന് എനിക്ക് കൽപ്പിച്ചു തന്നാലും, എന്നോട് കൽപ്പിക്കൂ പ്രവാചകരെ, ബി കലിമാത്തിൻ, ഏതാനും വാചകങ്ങൾ. ആ വാചകങ്ങൾ എനിക്ക് എന്തിനാണ്? അഖൂലുഹുന്ന, ഞാനത് പറഞ്ഞോളാം. ഇദാ അസ്ബഹ്തു വ ഇദാ അംസൈതു, ഞാൻ പ്രഭാതത്തിലായാലും വൈകുന്നേരത്തിലായാലും. അപ്പം ഇത് അദ്കാറു സബാഹിലും പെടും, അദ്കാറുൽ മസായിലും പെടും. അങ്ങനെ ഞാൻ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ എനിക്ക് പറയാവുന്ന ചില വാചകങ്ങൾ കൊണ്ട് എന്നോട് കൽപ്പിക്കൂ നബിയെ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഖുൽ, അബൂബക്കറെ, നീ ഇപ്രകാരം പറഞ്ഞോളൂ. ഇനിയാണ് നമുക്ക് പറയാനുള്ള ദുആ വരുന്നത്. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശ്ശഹാദ റബ്ബ കുല്ലി ശൈഇൻ വമലീകഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വശർരി ശൈത്വാനി വശിർകിഹി. മറ്റൊരു റിപ്പോർട്ടിൽ ഇത്ര കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇതിനോട് ചേർത്തുകൊണ്ട്, وأن نقترف على نفسي سوءا أو أجره إلى مسلم. ഇതാണ് ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന. ഇത് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖുൽഹ, അബൂബക്കറെ, നീ ഇത് പറഞ്ഞോളൂ. എപ്പോഴൊക്കെ? ഇദാ അസ്ബഹത, നീ പ്രഭാതത്തിലായി കഴിഞ്ഞാലും, വൈദാ അംസൈത, നീ വൈകുന്നേര സമയത്തായി കഴിഞ്ഞാലും. തീർന്നില്ല, മൂന്നാമത്തൊരു ഇടം കൂടി ഇത് ചൊല്ലൽ സുന്നത്തായതുണ്ടെന്ന് നമ്മൾ ഗ്രഹിക്കുക. അതേതാ? വഇദാ അഖദ്ത മദ്ജിഅക, നിന്റെ കിടപ്പറയിൽ, നിന്റെ കിടപ്പുസ്ഥാനത്ത് നീ എത്തിയാലും, ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ചൊല്ലേണ്ടുന്നൊരു പ്രാർത്ഥന കൂടിയാണിത്. അപ്പം 3 സമയത്ത് ഇതുണ്ട്, പ്രഭാതത്തിൽ, പ്രദോഷത്തിൽ, ഉറങ്ങാൻ കിടക്കും. ഇനി എന്താ ഇതിലെ വിഷയം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മോഡൽ കൂടാതെ സൃഷ്ടിച്ചവനായ അള്ളാഹുവേ. അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തണം. ഫാത്തിറുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങൾ, ഭൂമി, 7 ആകാശം 7 ഭൂമി, പ്രപഞ്ചം മുഴുവനും. ഇവിടെയുള്ള പലതും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു മുൻ മോഡലിൽ നിന്നാണ്. മുൻ മോഡലില്ലാത്ത വേറൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഒരു വസ്തുവിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുള്ളൂ. ശുദ്ധ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന്, മുൻ മോഡലൊന്നും കൂടാതെ സൃഷ്ടിച്ചതാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ. അതിന് അവനെ കഴിയൂ. അങ്ങനെ അള്ളാഹുവിനെ നമ്മൾ വിളിക്കണം. അല്ലാഹുമ്മ, അള്ളാഹുവേ. ആരാണ് ഈ അള്ളാഹ്? ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവേ. ആലിമൽ ഗൈബി വശ്ശഹാദ, ഗൈബ് അദൃശ്യം, ഷഹാദ ദൃശ്യം. ദൃശ്യവും അദൃശ്യവും ഒക്കെ ഒരുപോലെ അറിയുന്നവനായ അള്ളാഹുവേ. കണ്ടോ, അള്ളാഹുവിനെ പുകഴ്ത്താണ്. ആലിമൽ ഗൈബി വശ്ശഹാദ, അത് അള്ളാഹ് അല്ലാതെ വേറെ ആരുമില്ല. ഇവിടെ ദൃശ്യം അദൃശ്യമൊക്കെ അള്ളാഹ് അല്ലാത്തവരും അറിയും. പക്ഷെ അള്ളാഹ് അറിയുന്നത് സ്വന്തമായിട്ടാണ്, മറ്റുള്ളവരൊക്കെ അറിയുന്നത് അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടാണ് എന്നൊക്കെ ദുർവ്യാഖ്യാനിച്ച് ശിർക്കിലേക്ക് ആളെ കൂട്ടുന്ന ആളുകളുണ്ട്. അവരുടെ ഷെറിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ചു നോക്കൂ, അള്ളാഹ് മാത്രമാണ് അറിയുന്നവൻ, അവൻ മാത്രമാണ് ദൃശ്യവും അദൃശ്യമൊക്കെ പൂർണ്ണമായി അറിയുന്നവൻ, അവൻ മാത്രമാണ്. അള്ളാഹു ആർക്കെങ്കിലും അവൻ ഉദ്ദേശിച്ച ഏതെങ്കിലും കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അത് അറിയിച്ചു കൊടുക്കുമ്പോൾ അക്കാര്യം മാത്രം അവരറിയും. അതല്ലാതെ അള്ളാഹ് അറിയും പോലെ ഇവരൊക്കെ അറിയും, കേൾക്കും, കാണും എന്നൊക്കെ വിശ്വസിക്കുന്ന മൂഢധാരണ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് സർവ്വരൂപത്തിലുള്ള ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്നവൻ ആരാണ്? അള്ളാഹ് മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ, അല്ലാഹുവേ. തീർന്നില്ല, മൂന്നാമത് നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തുന്നു. എങ്ങനെ? റബ്ബ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും യജമാനനായ അള്ളാഹുവേ, എല്ലാ വസ്തുക്കളുടെയും റബ്ബായ അള്ളാഹുവേ. വമലീകഹു, അവയുടെ മുഴുവനും ഉടമസ്ഥനും രാജാവുമായ അള്ളാഹുവേ. മലീക്, ഉടമ, രാജാവ്, അധികാരി ഒക്കെയായ അള്ളാഹുവേ. തീർന്നില്ല, ഇനിയും നമ്മൾ പറയാണ്
അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരാരാധ്യനുമില്ല എന്ന്. അതാണ് അതിൻ്റെ അടുത്ത ഭാഗം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത. ഇനി നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ ചോദിക്കുന്നത്? അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ശർരി നഫ്സി, എൻ്റെ മനസ്സിൽ എൻ്റെ ശരീരം മുഖേന ഉണ്ടാകുന്ന ഷർറിൽ നിന്ന്. എൻ്റെ നഫ്സ്, എൻ്റെ ദേഹം, എൻ്റെ ദേഹത്തിന് ഒരുപാട് ഷർറുകളുണ്ട്. ആ ഷർറിൽ നിന്നൊക്കെ എൻ്റെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, എൻ്റേതായ ഹൃദയം കൊണ്ട് ഏതെല്ലാം രൂപത്തിൽ എൻ്റെ നഫ്സിൽ നിന്ന് ഷർറുണ്ടാകുവാനിടമുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അഊദു ബിക മിൻ ശർരി നഫ്സി, തീർന്നില്ല, വശർരി ശൈത്താൻ, ശൈത്താൻ്റെ ഷർറിൽ നിന്ന്. ആ ഷർറ് എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റൂല. ശൈത്താൻ്റെ ഷർറ് എന്ന് പറഞ്ഞാൽ വളരെ വിപുലമാണ്. ലോകത്ത് വിശ്വാസ രംഗത്ത്, ആചാര രംഗത്ത്, അനുഷ്ഠാന രംഗത്ത്, സ്വഭാവ രംഗത്ത്, ധാർമ്മിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, പിന്നെ ഏതെല്ലാം മേഖലകളുണ്ടോ എല്ലാത്തിലും ഒരുപാട് രൂപത്തിലുള്ള പ്രയാസങ്ങൾ മനുഷ്യന് വരുത്തി വെക്കുന്നവനാ കുതന്ത്രക്കാരനാണ് ശൈത്താൻ. അള്ളാഹുവിനോട് കാവൽ തേടലേ നിവൃത്തിയുള്ളൂ. വമിൻ ശർരി ശൈത്താൻ, ശൈത്താൻ്റെ ഷർറിൽ നിന്ന്. വശിർക്കിഹി, കണ്ടോ അടുത്ത പദം, അവൻ മുഖേന, എൻ്റെ വിശ്വാസത്തിൽ അവൻ മായം കലർത്തിയിട്ട് അവൻ എന്നിൽ ശിർക്കിലേക്ക് എന്നെ കൊണ്ടു ചെന്നെത്തിക്കുന്ന പ്രവർത്തനങ്ങളിലും ഞാൻ പെട്ടുപോകരുതേ. അതാണ് വശിർക്കിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അത് തന്നെ ചില വായന ഇങ്ങനെയുമുണ്ട്, വശറക്കിഹീൻ. ഷറക്ക് എന്ന് പറഞ്ഞാൽ കെണിവലകൾ എന്നാണ്. ശൈത്താൻ ഒരുക്കുന്ന നെറ്റുകൾ, ശൈത്താൻ ഒരുക്കുന്ന വലകൾ, ശൈത്താൻ്റെ കെണിവലകൾ ഒരുപാടാണ്. 1, 2, 3, 10 ഒന്നുമല്ല, 1000 കോടിക്കണക്കിന് ശൈത്താൻ ഉണ്ടാക്കുന്ന ദുർബോധനങ്ങളും കെണിവലകളും ഒക്കെ. അതിലൊന്നും ഞാൻ കുടുങ്ങിപ്പോകരുതേ. അപ്പോൾ അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി ശൈത്താനി വശിർക്കിഹി എന്നും പറയാം, വശറക്കിഹി എന്നും പറയാം. 2 നിലക്കും അത് വായനയുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. പല ഘട്ടങ്ങളിൽ ചൊല്ലുമ്പോൾ മാറിയും വ്യത്യസ്തമായുമൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അതാണ് ഒരു കാര്യം. പിന്നെ അതിനോട് ചേർത്തുകൊണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടെന്താണ്, വ അൻ അഖ്തരിഫ, ഞാൻ അള്ളാഹിനോട് കാവൽ ചോദിക്കുകയാണ് എന്തിൽ നിന്നൊക്കെ, വ അൻ അഖ്തരിഫ അലാ നഫ്സി, ഞാൻ എൻ്റെ മേൽ ഏതെങ്കിലും സൂഅൻ, വല്ല തിന്മയും ഞാൻ എൻ്റെ മേൽ തന്നെ ചെയ്യുന്നത്. നമ്മൾ ഏതൊരു പാപം ചെയ്യുമ്പോഴും നമ്മൾ ആരോടാ ചെയ്യുന്നത്, തിന്മ ചെയ്യുന്നത്? നമ്മളോട് തന്നെ. സ്വർഗത്തിലേക്ക് പോകുവാൻ മാത്രം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഈ ശരീരത്തെ തിന്മകൾ ചെയ്തിട്ട് നമ്മൾ നരകത്തിൻ്റെ വിറകിൻ കൊള്ളിയാക്കുകയാണെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമല്ലേ അത്? അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കാണ്, വ അൻ അഖ്തരിഫ അലാ നഫ്സി, എന്നോട് ഞാൻ സൂഅൻ, വല്ല തിന്മയും പ്രവർത്തിച്ച് പാപിയാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. തീർന്നില്ല, എൻ്റെ കാര്യം മാത്രമല്ല, ഔ അല്ലെങ്കിൽ അജുറഹു ഇലാ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഞാൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തിന്മ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പാപം ചെയ്യുന്ന ഒരാളായി മാറുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ സഹജീവികളോട്, മറ്റുള്ളവരോട് അവർക്കൊരു ചെയ്യുന്ന അവസ്ഥയും വരാതെ നീ എന്നെ കാത്തുകൊള്ളണം എന്ന്. ഇതാണ് ഈ പറയേണ്ടുന്ന പ്രാർത്ഥന. ഇത് പ്രഭാതത്തിൽ, പ്രദോഷത്തിൽ, ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ നമ്മൾ പറയൽ ഇത് പ്രത്യേകം പുണ്യമുണ്ട്. ഒന്നും കൂടെ നമുക്കത് പ്രാർത്ഥന ഒന്നുകൂടി നമുക്ക് പറയാം. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ റബ്ബ കുല്ലി ശൈഇൻ വമലീകഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി ശൈത്താനി അഊദു ബിക മിൻ ശർരി നഫ്സി വശർരി ശൈത്താനി വശിർക്കിഹി. അവിടെയാണ് പറഞ്ഞത് വശറക്കിഹി എന്നും വായനയുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ വായന വശിർക്കിഹി എന്ന് തന്നെയാണ്. പിന്നെയോ വ അൻ അഖ്തരിഫ അലാ നഫ്സി സൂആ ഔ അജുറഹു ഇലാ മുസ്ലിമിൻ, വളരെ കരുതലോടെ, ആത്മാർത്ഥതയോടെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ പ്രഭാത പ്രദോഷ നേരത്തും ഉറങ്ങാൻ കിടക്കുന്ന വേളയിലുമൊക്കെ ഇത് നമ്മുടെ പതിവാക്കി മാറ്റുക. അള്ളാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ കാരുണ്യം നമ്മളിൽ അവൻ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.